പൂർത്തീകരിക്കണമെങ്കിൽ കൂട്ടുപേരെ കയറി അവരുടെ കൂടെ ഭക്ഷണം കൂടെ കഴിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, സമയം ഭക്ഷണം കഴിക്കാറായില്ല, എന്നാൽ അതിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായി ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റും ഭാരവാഹികളെല്ലാം ചേർന്ന് ഊട്ടുവരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഊട്ടുവരെ ചെന്ന് അവിടെ ചെല്ലും ഒരു 100-300 പേർക്ക് സദ്യ അവർ വിളമ്പര ഇലയെല്ലാം നിരത്തി ഭക്ഷണ വിഭവങ്ങളെല്ലാം വിസ്തരിക്കുക. അവിടെ കൊണ്ട് ഞങ്ങളെല്ലാം പിടിച്ചിരുത്തി. എന്നോടൊപ്പം ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ പേരും കയറിയിരുന്നു. ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും വന്നു. അപ്പോൾ എൻ്റെ കൂടെ 2 XMLA-മാർ, അവിടുത്തെ ജില്ലാ സെക്രട്ടറി രാജു ഇബ്രാഹിം, അതുപോലെ ഓമല്ലൂർ ശങ്കരന്, പത്മകുമാർ, അജയന് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പള്ളിയോടം കമ്മിറ്റി എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആദ്യം ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ടേ പോകാളൂ. അപ്പോൾ അത് കൂടുതൽ ഇടയ്ക്ക് പ്രസാദം കയറി വിളമ്പാൻ കൂടി പിന്നെ മന്ത്രിയും അത് പുള്ളി വന്നപ്പോൾ കയറി ഒരു സൗഹൃദത്തിൻ്റെ രൂപത്തിൽ കൂടി എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് പോരുന്ന ഘട്ടത്തിൽ ആരും ഒരു ഇത് സംബന്ധിച്ച ഒരു പരാതിയോ പരിഭവമോ ആധാരലംഘനമോ ഇതൊന്നും കാര്യവും പറഞ്ഞിരുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞ് ഒരു കത്ത് വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണ് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ ഒരു ആസൂത്രിതമായ രൂപത്തിലൊരു കത്ത് കൊടുത്ത് ഒരു മര്യാദരഹിതമായ വാർത്തയുണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. അവിടെ ഈ കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ലംഘിക്കാനോ ആചാരം ലംഘിക്കാനോ ഒന്നും ഞങ്ങൾ ആരും പോയില്ല. അവർ പറഞ്ഞതനുസരിച്ച്. കാരണം ഇതിന് സംഘാടകരെന്ന് പറയുന്നത് പള്ളിയോടം കമ്മിറ്റി പ്രസിഡന്റും അതിൻ്റെ ഭാരവാഹികളും അവർ മുഴുവൻ പേരും ഉണ്ടായിരുന്നു. അവരെല്ലാം ചേർന്നാണ് കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്യിച്ചതും ഭക്ഷണം കഴിപ്പിച്ചതെല്ലാം. അവിടെ എവിടെയാണ് ആചാരലംഘനം? അപ്പോൾ ഇപ്പോൾ ഈ 1 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ബുദ്ധി ഉണ്ടായത് എങ്ങനെയാണ്? അതൊന്നും ആലോചിക്കേണ്ടതില്ലേ? നിശ്ചയമായും ആസൂത്രിതമായി ഇങ്ങനൊരു കത്ത് കൊടുക്കുന്നൊരു പ്രചരണം ഈ സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്ത ഒരു 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 കുബുദ്ധി എന്നുള്ളതല്ലാതെ വസ്തുതാപരമായി ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ ഫാക്ട് ആൻഡ് ഫിഗർ. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവരോട് ആരോട് ചോദിക്കാം. അത് തന്നെയല്ല, ഞാൻ പറയുന്നതിലപ്പുറം ഇന്നലെ ആ പള്ളിയോടം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞല്ലോ, എല്ലാ ആചാരങ്ങളും പൂർത്തീകരിച്ചാണ് ഞാൻ സദ്യ വിളമ്പിയത്, അദ്ദേഹമാണ് വിളമ്പിയത് എന്നല്ല അദ്ദേഹം പറഞ്ഞു. ആ വാർത്ത മാത്രം മതി, പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇതിലൊന്നും ജയിക്കുന്നില്ല. അതെല്ലാം ചെയ്ത് അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ വിശദീകരിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം പറയാനില്ല.